നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. 108 വേണം ഒറ്റപ്പാലത്ത്. 108 കനിവ ആംബുലൻസിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഒരു വർഷത്തോളമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ലഭിച്ച കനിവ 108 ആംബുലൻസ് ആശുപത്രിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് കോവിഡ് സമയത്തുൾപ്പെടെ നിരവധി രോഗികൾക്ക് വളരെ ആശ്വാസമായിരുന്നു 108. 108ന്റെ സേവനം നിലച്ചപ്പോൾ ബുദ്ധിമുട്ടിലായത് സാധാരണക്കാരാണ്. ആശുപത്രിയിൽ എത്തിക്കുന്ന അവശരെയും ജില്ലാ ആശുപത്രിയിലേക്കും മറ്റും മാറ്റുന്ന രോഗികളെയും കൊണ്ടുപോവാൻ പലപ്പോഴും സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. സ്വകാര്യ ആംബുലൻസുകൾ ഈടാക്കുന്ന തുക സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ വലുതാണ്. 2 108 ആംബുലൻസുകളായിരുന്നു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചിരുന്നത്. ആംബുലൻസ് നിർത്തിയിടാൻ സൗകര്യമില്ല എന്ന കാരണത്താലാണ് 108നെ മറ്റ് ആശുപത്രികൾക്ക് നൽകിയത്. ജില്ലാ ആശുപത്രി തലത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് 108 ആംബുലൻസ് തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകി. ആംബുലൻസ് നിർത്തിയിടാൻ സ്ഥലമില്ലെന്നും അതിനാൽ അനുവദിച്ച ആംബുലൻസ് തിരിച്ചെടുക്കണമെന്നും കാണിച്ചുകൊണ്ട് NHM ജില്ലാ പ്രോഗ്രാം മാനേജർക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്നും കത്തയച്ചിരുന്നു. ഈ കത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്താണ് പിന്നീട് മറ്റ് ആശുപത്രികൾക്കായി 108 നൽകിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ അറിയിച്ചു. ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുഹമ്മദ് അലി നാലകത്ത്, കൗൺസിലർമാരായ ഗോപൻ, ജയരാജൻ, രാധ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സൂപ്രണ്ടിന് കത്ത് നൽകിയത്. ആ ലെറ്ററെ ഞാൻ ഇതേപോലെ വന്ന് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ ഇല്ലാന്ന് പറഞ്ഞു. ഇതേപോലെ അതിന്റെ വ്യക്തമായ തെളിവുകളിന്റെ കയ്യിലുണ്ട്. ഞാൻ അത് എടുക്കാൻ വിട്ടുപോയി കയ്യില്. അത് കൃത്യമായി സാറിന് അയച്ചു തരാം. ഇവിടുന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് കൊടുത്താൽ ഞാനൊരു പ്രോഗ്രാം മാനേജറെ വിളിച്ചു 108ന്റെ. അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരത് ഇവിടുന്ന് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയർപേഴ്സണെയും ഇവിടെ അന്നിരുന്ന സൂപ്രണ്ടിനെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ അടുത്ത് അവർ നിരന്തരം അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണം പോയാൽ പിന്നെ കിട്ടില്ല. ഒരു സേവനമാണ് അത്. ഒന്ന് 24 മണിക്കൂർ ഓടുന്നതും ഒന്ന് സാധാരണ പോലെ 12 മണിക്കൂർ വർക്ക് ചെയ്തായിരുന്നതുമാണ്. അപ്പൊ ഈ ആംബുലൻസുകളെ ഇവിടെ നിർത്തിയിടാൻ സൗകര്യമില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചു, എന്താണ് കാരണം പറഞ്ഞിരുന്നു ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞു ഇവിടെ നിർത്തിയിടാൻ സൗകര്യമില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് അവർ ഇവിടെ വിടുന്നത്. മാത്രമല്ല അതിനകത്തുള്ള സ്റ്റാഫുകൾക്ക് ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യവും അവർ ചെയ്തു കൊടുത്തിരുന്നില്ല. താമസിക്കാനുള്ള ഒരു സൗകര്യം ഒന്നും ചെയ്യാതെ പരമാവധി അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഇവിടെ സൂപ്രണ്ടിനെയൊക്കെ ഉപരോധിക്കുന്ന പരിപാടികൾ വരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിലേക്ക് സമരമായിട്ടും നഗരസഭയ്ക്കകത്ത് കൗൺസിലുകാരനകത്ത് സമരമായിട്ടും ഒക്കെ ഞങ്ങൾ അന്ന് പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊക്കെ ഒരു രാത്രി കൊണ്ട് അത് ഇവിടുന്ന് ഒന്ന് ചുറ്റിയിരിക്കും, ഒന്ന് പൊപ്പത്തിക്കാണെന്നുള്ള